UDF-നെ ജയിപ്പിക്കാൻ ഈ BJP വളരെ സ്ട്രോങ് ആയൊരു കാൻഡിഡേറ്റ് നിർത്തിയും BJP-ൻ്റെ വോട്ട് മുഴുവൻ BJP കളക്ട് ചെയ്യും, കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് കളക്ട് ചെയ്യും, CPM വോട്ടിന് CPM കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായ മത്സരത്തിൽ ചിലപ്പോൾ കോൺഗ്രസിന് അധികാരത്തിൽ ജയിക്കാൻ പറ്റും. ഇപ്പം അങ്ങനെയല്ല നടക്കുന്നത്. ഇപ്പം നടക്കുന്നത് എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് ഹോൾഡ് ചെയ്യും, PV അൻവറിൻ്റെ വോട്ട് PV അൻവർ ഹോൾഡ് ചെയ്യും, CPM-ൻ്റെയും BJP-ൻ്റെയും വോട്ട് ഒരു സ്ഥലത്തേക്ക് ഹോൾഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഈസി ആയിട്ട് വാക്കോവർ ജയിച്ചു പോകാൻ പറ്റും. അതോടുകൂടി കേരളത്തിൽ പിണറായിസത്തിന് പിന്നെ ഒരു എതിർ ശബ്ദവും ഇല്ലാതെ മാറും. ഇതാണ് കോൺഗ്രസിലെ BJP ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ബോധം ആർക്കില്ല? പ്രതിപക്ഷ നേതാവ് VD സതീശില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം പിണറായിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്ന നേതാവ് എന്ന് പറയുന്ന ആരാണ്? VD സതീശനാണ്. എന്താണ് VD സതീശൻ ശക്തമായി എതിർക്കേണ്ട ആർക്കെതിരെയാണ്? കോൺഗ്രസിനെതിരെയാണ്, സോറി CPM-നെതിരെയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയാണ്. ആ സർക്കാരിനെതിരെ എതിർക്കേണ്ട സംവിധാനം ഈ പറഞ്ഞ VD സതീശൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നഷ്ടപ്പെടാൻ കാരണം ഈ സമയം വരെ ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പോയിട്ട് ഏകദേശം UDF-ൻ്റെ മുഴുവൻ നേതാക്കന്മാരും ആ മണ്ഡലത്തിലുണ്ട്. ഒരു നേതാക്കന്മാർക്ക് പിണറായി വിജയനെതിരെ ഒരു വാർത്ത സംപ്രേഷണം പറയാൻ പറ്റുന്നില്ല, ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചർച്ച ചെയ്യാൻ പറ്റില്ല. വന്യമൃഗശല്യം പ്രശ്നമല്ല, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നമല്ല, അവിടുത്തെ വികസനം പ്രശ്നമല്ല. ആ പ്രശ്നം മുഴുവൻ ഇവിടെ UDF-ൻ്റെ കയ്യിലേക്ക് ഒതുങ്ങി. അതുകൊണ്ടാണ് ലീഗിൻ്റെ നേതാക്കന്മാരും ഘടകകക്ഷികളും എല്ലാം ആദ്യത്തെ ദിവസം തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞല്ലോ വന്നിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തതാണ്, അൻവറിനെ പ്രഖ്യാപിച്ചാൽ മതി, ആ പ്രഖ്യാൻ VD സതീശനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു.